ബ്ലൂ ലൈൻ കാട്ടിനുള്ളിൽ സിംഹരാജൻ മൃഗങ്ങളെ വിളിച്ചതുകൊണ്ട് എല്ലാവരും സിംഹരാജന്റെ ഗുഹയിലേക്ക് വന്നു. ആ സമയത്ത് സിംഹരാജൻ കാണാൻ അദ്ദേഹത്തെ പോലെയുള്ള മറ്റൊരു സിംഹവുമായി നിൽക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കാട്ടുവാസികളെ, ഞാൻ കുറച്ചു ദിവസത്തേക്ക് എന്റെ സഹോദരനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുവരെയും എന്റെ കൂട്ടുകാരൻ ഷേരു ഈ കാട് ഭരിക്കും. ശരി ഷേർഖാൻ, ഇന്നു മുതൽ അങ്ങ് വരുന്നതുവരെയും ഷേരുവിനെ ഈ കാട്ടിലെ രാജാവായി ഞങ്ങൾ സ്വീകരിച്ചോളാം. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിംഹരാജൻ അവിടെ നിന്ന് പോയി. അതിനുശേഷം ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനിരുന്നു. ഉച്ച സമയത്ത് മോട്ടു എന്ന കാണ്ടാമൃഗം വളരെ സന്തോഷവാനായിരുന്നതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാം തട്ടിമറിച്ചുകൊണ്ടിരുന്നു. നദിയുടെ തീരത്തുള്ള ഒരു മരത്തിൽ ബുൾബുൾ കൂടുകെട്ടി താമസിച്ചിരുന്നു. ആ കൂടിനുള്ളിൽ ബുൾബുളിന്റെ കുഞ്ഞ് മിന്നുവുമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ചിറകിന് നല്ല പരിക്കു പറ്റിയിരുന്നു. മരത്തെ എല്ലാം ഇടിച്ചിടുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഇന്നെന്നെ ആർക്കും തടുക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം ബുൾബുളിന്റെ ആ മരത്തിലും അവൻ ഇടിച്ചു. ഒറ്റയിടിയിൽ തന്നെ ആ കൂട് താഴെ വന്നു വീണു. കൂട്ടിലിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് തൊട്ടടുത്ത നദിയിലെ വെള്ളത്തിലേക്ക് വീണു. മുന്നുവിന് വീണ്ടും പരിക്കുപറ്റി. നീ എന്താ ചെയ്തത്? അല്ല, എന്തുപറ്റി? എന്തിനാണിങ്ങനെ ഉച്ചത്തിൽ കരയുന്നത്? എന്റെ കുഞ്ഞിന് നേരത്തെ തന്നെ പരിക്ക് പറ്റിയിരുന്നു. നീ ചെയ്തതുകൊണ്ട് വീണ്ടും പരിക്ക് പറ്റി. പിന്നെ ആ ഡ്രാഗൺ ഫ്രൂട്ട്, അത് കുഞ്ഞിന്റെ 15 ദിവസത്തേക്കുള്ള മരുന്നാണ്. അത് നീ വെള്ളത്തിലേക്ക് തട്ടിക്കളഞ്ഞല്ലോ. ഇതിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ സിംഹരാജന്റെ അടുത്ത് പോയി പറയും. തെറ്റും ശരിയും എന്താണെന്ന് അവര് തീരുമാനിക്കട്ടെ. ബുൾബുൾ സിംഹത്തിന്റെ അടുത്തുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ആ സിംഹം എല്ലാവരോടും വരാൻ പറഞ്ഞു. ഇതെല്ലാം ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വച്ചാൽ, മോട്ടു ഒരു കാണ്ടാമൃഗമാണ്. കാണ്ടാമൃഗം കളിക്കുമ്പോൾ അവിടെ ഇവിടെ ഇടിച്ചാണ് അത് സന്തോഷിക്കുന്നത്. അങ്ങനെ ഇടിച്ചതുകൊണ്ട് നിന്റെ കൂട് താഴെ വീണെങ്കിൽ അതിൽ മോട്ടു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോ എന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനുണ്ടായിരുന്ന മരുന്ന്, ആ ഡ്രാഗൺ ഫ്രൂട്ട് നദിയിലേക്ക് വീണു പോയില്ലേ? ഇനി അതെനിക്ക് ആര് കൊണ്ടുവന്ന് തരും? നീ അവന്റെ അമ്മയാണ്. അതെങ്ങനെ കൊണ്ടുവരണമെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അങ്ങനെ പറഞ്ഞ സിംഹം വീണ്ടും തന്റെ ഗുഹയിലേക്ക് പോയിരുന്നു. സിംഹത്തിന്റെ തീരുമാനം അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. വൈകുന്നേരമായപ്പോൾ നരി സിംഹത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ പോയി സംസാരിച്ചു. സിംഹരാജ, എപ്പോൾ മുതലാണോ നിങ്ങൾ ഈ കാട് ഭരിക്കാൻ തുടങ്ങിയത്, അന്നു മുതൽ എല്ലാ മൃഗങ്ങളും സന്തോഷവാന്മാരാണ്. എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിശാലികളെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്നെ അങ്ങയുടെ കൂടെ ജോലിക്ക് നിർത്താമോ? ദിവസവും അങ്ങയ്ക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്യാം. അതുകൊള്ളാമല്ലോ. നീ പറഞ്ഞത് ഒരു നല്ല കാര്യമാണ്. നിന്നെ വേലക്കാരിയാക്കുന്നതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. അന്നു മുതൽ ആ നരിയും സിംഹത്തിന്റെ കൂടെ താമസിച്ചു. സിംഹത്തിന്റെ തെറ്റായ തീരുമാനം എല്ലാ തവണയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം സിംഹത്തെ നന്നായി പുകഴ്ത്തിയ ശേഷം നരി സിംഹത്തോട് പറഞ്ഞു, സിംഹരാജ, ഹിമമലയില് അത്ഭുതകരമായ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അത് ഒരു തവണ ആരെങ്കിലും കഴിച്ചാൽ വളരെ ശക്തിശാലിയും മരണമില്ലാത്ത മൃഗമായും കഴിക്കുന്ന ആളായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ തന്നെ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങോട്ട് കൊണ്ടുവാ. അയ്യോ സിംഹരാജ, ആ ഡ്രാഗൺ ഫ്രൂട്ട് ആ ഹിമമലയിലാണ് ഇരിക്കുന്നത്. അതും വളരെ ഉയരത്തിൽ. ഏതെങ്കിലും ഒരു കഴുകനെ കൊണ്ടോ പരുന്തിനെ കൊണ്ടോ മാത്രമേ അതെടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ അങ്ങെപ്പോഴും ബലശാലിയായി മരണമില്ലാത്തവനായി ഇരിക്കണമെങ്കിൽ അങ്ങ് ഒറ്റയ്ക്ക് തന്നെ ആ മുഴുവൻ പഴവും കഴിക്കേണ്ടതായി വരും. ഇനിയെങ്ങാനും ആരെങ്കിലും അതിൽ നിന്നൊരു ചെറിയ കഷ്ണം കഴിച്ചാൽ പിന്നെ അതിന്റെ അത്ഭുത ശക്തി ഇല്ലാതായി തീരും. ശരി, ഇപ്പൊ തന്നെ ഗോൾഡിയോട് അതെടുത്തുകൊണ്ടുവരാൻ ഞാൻ പറയാം. അപ്പോഴാ സിംഹം ഗോൾഡി കഴുകനെ വിളിച്ച് ആ പഴം പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. 2 ദിവസത്തിനകം ഗോൾഡി ആ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നു. ഇപ്പൊ ഞാനിത് കഴിക്കാൻ പോവുകയാണ്. ഇത് കഴിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിശാലിയായി ഞാൻ മാറും. സിംഹം ആ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോഴാ നരി കുതിച്ചു വന്ന് ആ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് ഗുഹയ്ക്കുള്ളിൽ പോയി. നിൽക്ക്.
സിംഹം അതിന്റെ പിന്നാലെ ഓടി. എന്നാൽ സിംഹത്തിന് നരിയെ കിട്ടിയില്ല. സിംഹം എത്ര തന്നെ തേടിയിട്ടും ആ നരിയെ കിട്ടിയതേയില്ല. ഈ അവസരം മുതലാക്കിയിട്ട് നരി അവിടെ നിന്നും ദൂരേക്ക് ഓടിപ്പോയി. മറുവശത്ത് മുന്നു തന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കരയുകയായിരുന്നു. അമ്മ, നിങ്ങൾ കരയില്ലേ അമ്മേ? ഞാൻ ഇങ്ങനെ കരയാതിരിക്കും എന്റെ പൊന്നു മോനെ. സ്വന്തം കുഞ്ഞ് കണ്ണിന്റെ മുൻപിൽ മരണം കാത്തു കിടക്കുന്നത് കണ്ട് ഏതമ്മയ്ക്കാണ് മോനെ കരയാതിരിക്കാൻ കഴിയുക? അപ്പോഴാ നരി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി വന്നു. അതാ ഡ്രാഗൺ ഫ്രൂട്ട് ബുൾബുളിന്റെ കൈ കൊടുത്തു. വളരെ വേഗം തന്നെ കഴിക്കുമുന്നു, ഇത് കഴിച്ച് ജീവൻ രക്ഷിക്കേ. അത് കേട്ട ബുൾബുൾ മുന്നുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി. അപ്പോ സിംഹവും അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ കഴിക്കാൻ പാടില്ല. നരി സിംഹത്തെ തടുത്ത് അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതേസമയം മുന്നു ആ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി. വളരെ വേഗം തന്നെ അവന്റെ പരിക്കുകളെല്ലാം മാറി. അവൻ ആരോഗ്യവാനായി. മുന്നുവിന് വളരെ സന്തോഷമായി. ഇത് കണ്ട സിംഹത്തിന് ഒരുപാട് ദേഷ്യം വന്നു. നീ എന്നോട് വലിയ വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. തീർച്ചയായും ഇതിന് നിനക്ക് ശിക്ഷ ലഭിച്ചിരിക്കും. സിംഹം എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി. പാവം നരിക്ക് ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു. കൂടെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഈ നരി ബുൾബുളിനെ സഹായിക്കാൻ വേണ്ടി എന്നെ പറ്റിച്ചിരിക്കുന്നു. സിംഹരാജ, ഞാനിതെല്ലാം ബുൾബുളിന്റെ കുഞ്ഞ് മുന്നുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ആ ഡ്രാഗൺ ഫ്രൂട്ട് അസുഖമുണ്ടെങ്കിൽ അത് കഴിച്ചാൽ മാത്രമേ ഭേദമാകൂ. അത് കഴിച്ചതുകൊണ്ട് ആർക്കും ഒരു ശക്തിയും ലഭിക്കില്ല രാജ. എന്നെ നീ വെറും വിഡ്ഢിയാക്കിയല്ലേ. ഇനി നിനക്കുള്ള ശിക്ഷ മരണം മാത്രമാണ്. അങ്ങനെ പറഞ്ഞ സിംഹരാജൻ നരിയുടെ മേലെ കുതിച്ചു ചാടി. നരിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാ സിംഹം നരിയെ കൊല്ലാൻ വേണ്ടി പോവുകയായിരുന്നു. ആ നേരത്ത് യഥാർത്ഥ സിംഹരാജൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് മറ്റേ സിംഹത്തിന്റെ നേരെ കുതിച്ചു ചാടി. സിംഹരാജൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിന്നെക്കുറിച്ചെല്ലാം ബുൾബുളിനോട് പറഞ്ഞു. നിനക്കൊട്ടും തന്നെ ബുദ്ധിയില്ലെന്ന് നീ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം തെളിയിച്ചു തന്നു. മോട്ടു കാണ്ടാമൃഗം ഡ്രാഗൺ ഫ്രൂട്ട് ഇടിച്ചിട്ട് അത് നദിയിലേക്ക് വീഴ്ത്തി. അതിന് ശിക്ഷ കൊടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ബുൾബുളിന് തിരിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ നീ അങ്ങനെ ചെയ്തതേയില്ല. പിന്നെ നീ ആ ഡ്രാഗൺ ഫ്രൂട്ടിന് അത്ഭുത ശക്തിയുണ്ടെന്ന് അറിഞ്ഞപ്പോ, അത് നിന്നെ ശക്തിശാലിയും ചിരഞ്ജീവിയുമാക്കുമെന്നറിഞ്ഞപ്പോ നീ അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങനെയാണോ നീ മൃഗങ്ങളെ സേവിക്കേണ്ടത്? പക്ഷേ ഇവിടെ നിന്ന് വേഗം പോ, അല്ലെങ്കിൽ ഞാൻ എന്റെ സുഹൃത്താണെന്ന് പോലും നോക്കില്ല. അത് കേട്ട് സിംഹരാജന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് ഓടിപ്പോയി. എന്റെ സ്നേഹം നിറഞ്ഞ കാട്ടുനിവാസികളെ, ഷേര് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. ഇനി മുതൽ ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ ഇടത്തിൽ ഈ പിങ്കി നരിയെ നിർത്തിയിട്ട് പോകും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. എല്ലാ മൃഗങ്ങളും നരിയെ ഒരുപാട് പുകഴ്ത്തി. അതേസമയം മുന്നു വീണ്ടും ആ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായി തീർന്നു. അങ്ങനെ ഒരമ്മയുടെ വിഷമം എന്നേക്കുമായി ഇല്ലാതായി.